റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കി ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപ? കാരണം നീ തന്നെയാണല്ലോ മാല കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്തിന് കൃത്യമായിട്ട് അറിയാം എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28ഓളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ്. റോക്കി ആ ഒരു സമയത്ത് ഒരു പക്ഷെ പുറത്തു വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരിച്ചു എന്നൊരു സാധനമല്ലേ, അതും പോലും ഫേക്ക് ആയിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. അന്ന് തോന്നിയിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചിരുന്ന ചില കാര്യങ്ങൾ നമ്മള് ജിൻഡോ പോലെ തന്നെ പ്രതികരിച്ചിരുന്ന ഒരാളായതുകൊണ്ട് ഒരു പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് ആളുകൾ ഉണ്ടായിരുന്നു, ആരാധകരുണ്ടായിരുന്നു. പിന്നീടാണ് ആൾ പൊട്ടനാണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഇത് ബിഗ് ബോസിൽ കുടിച്ച കുപ്പിയാണ്, 10 ലക്ഷം ലേലം വെക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ പൊട്ടത്തരങ്ങൾ കാണിക്കൽ തുടങ്ങിയപ്പോൾ മനസ്സിലായത് ഇത് തനി ഊളയാണ്. ജോയ് മാത്യുവിന്റെ ശബ്ദവും വെച്ചുകൊണ്ട് ഓരോ പൊട്ടത്തരങ്ങളും കാണിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ. പൊന്നെ, സിജോ ആ ഒരു സമയത്ത് ഇവർ തമ്മിലുണ്ടായ ഒരു വഴക്ക്, അത് സിജോ തന്നെയാണ് മൂർച്ച കൂട്ടിയത് എന്ന കാര്യം നമുക്കറിയാം. ആണെങ്കിൽ തല്ലട, ആണാണെങ്കിൽ തല്ലട എന്ന് പറഞ്ഞാൽ, ആണാണെങ്കിൽ തല്ലട എന്ന് പറഞ്ഞാൽ ആണായവൻ തല്ലില്ലേ, അത് തല്ലിപ്പോയി. അതെന്തോ ആവട്ടെ, അതൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും സോറി പറഞ്ഞിട്ട് അതിൽ നിന്നും പുറത്തു വന്ന ഒരാളെ പുറത്തു വന്നിട്ട് സോറി പറഞ്ഞു സിജോ, സോറി ഈ റോക്കി, പണ്ടാരം പേരങ്ങോട്ട് മാറാം. അപ്പൊ ഈ റോക്കിക്ക് ഇയാൾ പറഞ്ഞ പോലെ തന്റെ വീട്ടിൽ വിളിച്ചിട്ട് സോറി ഞാൻ അറിയാണ്ട ഒരു പെട്ടെന്നുള്ള ഒരു ഇതിൽ സംഭവിച്ചതാണ് എന്ന് പറയാമായിരുന്നു എന്ന് സിജോ പറയുമ്പോഴാണ് ശരിക്കും നമ്മളത് ആലോചിക്കുന്നത്. ശരിയാണല്ലോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് സിജോന്റെ വീട്ടിൽ അത് വിളിച്ചു പറഞ്ഞിട്ടില്ലേ, വളരെ മോശമായി പോയി എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും സിജോ ഇപ്പോ വലിയ ഇന്റർവ്യൂകളൊന്നും കിട്ടുന്നില്ല. ഒരു ഫെയിം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്തതുപോലെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നിയുള്ളൂ. കാരണം ഇതൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ലൈവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണെന്ന് കാണാം. എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോൺടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് നന്നായിട്ട് അറിയാം. അവരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു, ഫിനാലെ എല്ലാം കഴിയുന്നു, നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പുറത്ത് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില് ഈ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്നെപ്പോലെ മണ്ടനായി പോയില്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവയുടെ ആ സോറി അത് വേണ്ട. ആ സോറി അങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. ആ സോറി എനിക്ക് വേണ്ട. സിജോ അപ്പോ രണ്ടും കൽപ്പിച്ചിട്ടാണ്. എങ്ങനെയെങ്കിലും ഫെയിം തിരിച്ചു കൊണ്ടുവരണം, അതിന് വേണ്ടിയുള്ള കളിയാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രതികരിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. എന്തായാലും റോക്കി ചെയ്തത് എമ്മാടിത്തരാണ്, ചെറ്റത്തരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പോഴും ഇന്റർവ്യൂകളിൽ പോയി ഇരുന്നിട്ട് അതിൽ വിൻ ചെയ്യാൻ ആര് യോഗ്യനല്ല, ഞാനായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പോയിരിക്കുകയാണ് അല്ലെ. വൃത്തികേടുകളല്ലാതെ എന്താണ് മണ്ടകോണാപ്പോടെ കാണിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആലോചിക്കുമ്പോ കിടന്ന് കുറോന്ന് വർത്താനം പറയാന്നല്ലാതെ അയാളെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് അത് പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഫിസിക്കൽ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമഡി പീസ് ആവും. അത് ആ ഒരു രീതിയിലാണ്. സിജോ എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തെന്ന് ഉറപ്പാണ്. കാരണം ഇത് കണ്ട് റോക്കിക്ക് വീണ്ടും ഹാലിളകും, അത് ഉറപ്പാണ്. ബുദ്ധിയുള്ള റോക്കി ആണെങ്കിൽ മിണ്ടാണ്ടതിനും പോലൊക്കെ ഇരിക്കും. ബുദ്ധി ഇല്ലാത്തവരാണെങ്കിൽ വീണ്ടും വന്ന് കോർക്കാൻ വരും, വീണ്ടും വലിയ വിഷയങ്ങളിലേക്ക് പോകും. എന്തായാലും രണ്ടുപേർക്കും വീണ്ടും ഒരു ഫെയിം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഓക്കെ, വലിയ വീഡിയോ ആണ്, കഷ്ണാക്കിയിട്ടാണേ. നീ അതൊരു മാൻഷനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക്. പിന്നെ നിന്റെ ഈ കലാപരിപാടിയും നിർത്തല് കേട്ടോ, കിണ്ണ സാധനമാണ്. എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ എന്റെ കുണുവാവേ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു. നീ ശരിക്കും വരേണ്ട ദേശായിട്ടിന്റെ കോമഡി സ്റ്റാൻസിലായിരുന്നു. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഭയങ്കര മാസമായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. സത്യമാണ്, അയാള് വലിയ മാസാണെന്ന് വിചാരിച്ചിട്ടാണ്. എയർപോർട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 4 ബോഡി ഗാർഡിങ്ങനെ വെക്കും. നടന്നിങ്ങനെ പോണ സമയത്ത് ആളുകളൊക്കെ നോക്കുന്നുണ്ടെന്നുള്ളതൊരു നല്ലൊരു ബെല്ലുംപിടുത്തം കുറിച്ചിട്ട് നോക്കുക. പക്ഷെ കോമഡി എന്താ വെച്ചാൽ ഒരാളെ അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള, ഏതാണ് ഈ പൊട്ട ഇങ്ങനെ പോകണമെന്നുള്ളൊരു സാധനത്തിലാണ് ആളുകൾ ഇരിക്കുന്നത്. കോമഡി പീസ് പറഞ്ഞ അമ്മാതിരി കോമഡി പീസ് വേറെ ഇല്ല. ബിഗ് ബോസിൽ ഇത്രയും കോമഡി പീസ് ആയിട്ടുള്ള മനുഷ്യന്മാർ വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അന്നല്ലെങ്കിൽ റൊണാൾഡോ ഒന്നല്ലല്ലോ, അല്ലെങ്കിൽ മെസ്സി ഒന്നല്ലല്ലോ.
ഞാൻ കുടിച്ച കുപ്പി ലേലം ചെയ്യാൻ പോവാണ്, തേങ്ങയാണ് മാങ്ങയാണ്, ആര് വാങ്ങുന്നു വിചാരിച്ചിട്ടാണ് ഈ പറയണെന്നൊരു പിടിയില്ല. അയാളെ സ്വന്തം മനസ്സിനുള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനാണ് അവിടെ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലെ. ലാലേട്ടന്റെ ആ ഒരു വാല്യൂ ഉള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ പുറത്തിറങ്ങിക്കുന്നുള്ള ബോധത്തോട് കൂടിയിട്ടാണ് ആ പൊട്ടൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ്. വല്ലാത്തൊരു ശരിക്കും പറഞ്ഞാൽ കോമഡി ഉത്സവത്തിലേക്ക് പോകേണ്ട ആളാ വഴി തെറ്റി വന്നതാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇത്രയും മാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല. എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിച്ചിരുന്നു. ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു. അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് 5-6 പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. ഇന്റർവ്യൂവില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന കുടുംബാവയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയമൊന്നുമില്ല. ഈ പുട്ടുകുട്ടിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരായിരിക്കും കൊണ്ടിരുത്തുന്നത്. സ്വാഭാവികമായിട്ട് ഓക്കെ, അത് കോമഡി ആയിട്ടുണ്ട്. പുട്ടുകുറ്റിക്കകത്ത് തല പുഴുങ്ങാൻ വെച്ച ആളുകളായിരിക്കും റോക്കിയുടെ പിന്നാലെ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ശരിക്കും അത് കോമഡി പീസ് തന്നെ, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. സിജോ എവിടുന്ന് വരുന്നടേ ഇതൊക്കെ, ഒരു രക്ഷയില്ല. അതിൽ പൊട്ടന്മാരാണ് ഇയാളുടെ കൂടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് സിജോ ആ വാക്കുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, മെസ്സി ഒന്നും അല്ലല്ലോ ഇപ്പൊ ഇത്. അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ലേലം ചെയ്ത് വിൽക്കാനും മാത്രം അല്ലെ. അമ്മാതിരി ഊള കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് വിളിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥന ഉള്ളത്, ഈ വിവരക്കേട് കുനുവാവക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മാനേജറോ PA ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത്. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം, ഞങ്ങൾക്ക് ചിരിക്കണം. അതുകൊണ്ട് എന്തായാലും മോന്റെ ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഈ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ട് അത് ഇനിയും തുറന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാനൊരു ഉണ്ടയും ചെയ്തിട്ടുള്ള എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്തായാലും മോന്റെ സോറി മോനെടുത്ത് മടക്കി വെച്ച് കേട്ടാണ് കുണുവാവ കുട്ട. എന്റെ പൊന്നെ, കുണു അടിച്ച് കുണുവാവ പാവം പയ്യെ. റോക്കി ശരിക്കും പൊട്ടനാണ് എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമല്ലേ. സ്വന്തം പൈസ കൊടുത്തുകൊണ്ടാണ് പൂമാലകളൊക്കെ വാങ്ങി ആളുകൾ നിർത്തി. ഉറപ്പല്ല, എത്ര പൈസ ഉണ്ട് ആളെ കയ്യിൽ, ചെയ്തിട്ടുണ്ടാവും ചെയ്യും. ഇപ്പൊ ബോഡി ഗാർഡിനെയും വെച്ച് അങ്ങോട്ടും കൊണ്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ പോലും പിന്നാലെ അങ്ങോട്ടും കൊണ്ടും നടക്കാൻ ആളുകളെ വെക്കുക, ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുക. തന്റെ കൂടെയുള്ള PS സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഇങ്ങനെ ഓരോ ഊള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ പൊട്ടത്തരം കാണിക്കുമ്പോൾ തിരുത്തേണ്ടവരാണ് കൂടെ ഉള്ളവർ. ഇത് കൂടെയുള്ള ആളുകളൊക്കെ പൊട്ടത്തരം ഭയങ്കര പ്രൊമോട്ട് ചെയ്യുക, കാരണം അതിൻ്റെ കൂടെ പൈസ മാറ്റുണ്ടാവും. അതന്നെ പരിപാടി. ഓക്കെ, അപ്പൊ സിജോ എന്ന് പറയുന്ന മനുഷ്യൻ ബിഗ് ബോസിന്റെ ഒരു ബൗണ്ടറിയും താണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. സിജോ എന്നൊരു മനുഷ്യൻ ഈ പറയുന്ന പരിപാടിയിൽ ഒരു വലിയ ഗെയിമറും അല്ല എന്നുള്ള കാര്യം ഞാനും പറയുന്നു. അയാൾ അവിടെ ഒരു തേങ്ങാക്കോലും ചെയ്തിട്ടില്ല. ഈ റോക്കിയുടെ ഒരു തല്ല് കിട്ടിയത് കൊണ്ട് മാത്രം ആ ഒരു എവിഷനിലൊന്നും പുറത്താവാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് 2 എവിക്ഷൻ ആകുമ്പോൾ തന്നെ ആള് പുറത്തായല്ലോ അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. വലിയൊരു ഗെയിമർ ഒന്നും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഗെയിമറായിട്ടൊന്നും ഒരിക്കലും സിജോ എന്ന് പറയുന്ന മനുഷ്യനെ അതിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതായത് ഞാൻ വലിയ സംഭവം എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത്ര ഒന്നുമില്ല. റോക്കിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതും നിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. നീ മനഃപൂർവ്വം അയാളെ കൊണ്ട് പിരികേറ്റി അടി വാങ്ങിയതാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആരെങ്കിലും മൂക്കിന്റെ മുകളിൽ പോയി തൊട്ടിട്ട് ആണാണങ്ങ് തല്ലടാന്ന് പറഞ്ഞ ആണുങ്ങളായ തല്ലാതിരിക്കുവോ? ഏതറ പൊട്ടെ, രണ്ടും കണക്കാ. ഓക്കെ, അപ്പൊ റോക്കി പുറത്ത് വന്നപ്പോൾ കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പോകുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തഗ് ഇതാണ്. നീ കോമഡി ഉത്സവത്തിലേക്ക് പോകേണ്ട വഴി തെറ്റി ഇതിനെ കത്ത് കയറിയതെന്നുള്ള കാര്യം കറക്റ്റാ. ഇപ്പൊ കാണുമ്പോ ചിരിച്ചൊരു വിധാവും. ഇപ്പൊ പുറത്ത് വരുമ്പോ ഇങ്ങനെ പൊട്ടത്തരങ്ങളും എന്തായാലും കൊള്ളാം. സിജോക്കുള്ള മറുപടി കിട്ടുകയാണെങ്കിൽ നമുക്ക് വരാം.